പ്രൈസ് ദി ലോർഡ്. ആവി മരിയ. നമ്മൾ ഒരു യാത്രയിലാണ്, ജീവിതയാത്രയിൽ. ഈ യാത്രയിൽ നമ്മെ സഹായിക്കുന്ന ധാരാളം ശുശ്രൂഷ ആലയങ്ങളും ശുശ്രൂഷകളും കപ്പലുകളും ദേവാലയങ്ങളും ഒക്കെ നമ്മൾ കണ്ടുമുട്ടാറ്. ജീവിതയാത്രയിൽ ഇങ്ങനെയുള്ള കണ്ടുമുട്ടലുകൾ ആത്മീയ ജീവിതത്തിൽ നമുക്കെപ്പോഴും തുണയേകും. കാരാഗ്രഹത്തിൽ നിന്നും മോചിതനായ ശേഷം ചെന്നെത്തുന്നത് മർക്കോസിന്റെ ഭവനത്തിലാണ്. അപ്പസ്തോല പ്രവർത്തനം 12-ാം അധ്യായം. പ്രസ്തുത ഭവനത്തിൻ്റെ ഒരു മുറിയിലായിരുന്നു ഒടുവിലെത്തിയെത്താൻ. നമ്മളുടെ ജീവിത യാത്രകൾ നമുക്ക് ലഭിക്കുന്ന ആത്മീയ അനുഭവങ്ങളും ആത്മീയ കൂട്ടായ്മകളും വലിയ ബന്ധവും ഉത്തേജനവും നമുക്ക് നൽകും. യുവാവായ മർക്കോസ് വിശുദ്ധ പൗലോസിനെയും ബർണ്ണബാസിനെയും അവരുടെ ആദ്യത്തെ പ്രേക്ഷിത യാത്രയിൽ സൈപ്രസ് വഴി അനുഗമിക്കുന്നു. പിന്നീട് മർക്കോസ് പത്രോസിന്റെ കൂടെയായിരുന്നു അധികാരം. വിശുദ്ധ പത്രോസ് തന്റെ പ്രഥമ ലേഖനത്തിൽ മർക്കോസിനെ പുത്രൻ എന്ന് സംബോധന ചെയ്ത് കാണുന്നു. വിശുദ്ധ പത്രോസ് ലിഹായുടെ 1-ാം ലേഖനം 5-ാം അധ്യായം 15-ാം വാക്യം. പുത്രസമാനവും പിതൃസമാനവും ഒക്കെയുള്ള ബന്ധങ്ങൾ ആത്മീയ ജീവിതത്തിൽ വലിയ താങ്ങും തണലുമാണ്. നമ്മുടെ ജീവിതയാത്രയിൽ നാം കാണുന്ന കപ്പലുകൾ എല്ലാം നമ്മെ നയിക്കുന്നത് ഈ ഒരു ബന്ധത്തിലേക്ക്. അവരെ നമ്മുടെ ജീവിതയാത്രയിൽ എപ്പോഴും വിളിച്ച് അപേക്ഷിക്കുന്ന സാന്നിധ്യം. പത്രോസുമായുള്ള ഈ ആത്മീയ ബന്ധം മർക്കോസിനെ തന്റെ സുവിശേഷം എഴുതുന്നു. പത്രോസിന്റെ ആത്മീയ അനുഭവങ്ങൾ വിവരിക്കുവാൻ വളരെയധികം പ്രേരിപ്പിക്കുന്നതാണ്. പത്രോസിന്റെ അനുഭവങ്ങൾ ധാരാളം ആഴമായി മർക്കോസ് സുവിശേഷങ്ങളെ നമുക്ക് കാണുവാൻ. മത്തായിയുടെ സുവിശേഷം മർക്കോസ് സംക്ഷേപിച്ചതാണെന്നും അഭിപ്രായം. വിശുദ്ധ പത്രോസ് മർക്കോസിനെ അലക്സാന്ദ്രിയയിലെ മെത്രാനായി നിയമിച്ചു. അവിടെ വെച്ച് ഏപ്രിൽ 24-ന് വിജാതീയർ അദ്ദേഹത്തിന് രക്തസാക്ഷിത്വ മകുടം നൽകിയെന്ന് അറിയപ്പെടും. എസെക്കിയേലിന്റെ പ്രവചനമനുസരിച്ച് സിംഹമാണ് മർക്കോസ് സുവിശേഷം. മരുഭൂമി ഗർജിക്കുന്ന സ്നാപകയോഹന്നാന്റെ പ്രസംഗം കൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ സുവിശേഷം ആരംഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പുകൾ വെനീസിലെ ബസിലിക്കയിലാണ് എന്ന് നാം മനസ്സിലാക്കും. വെനീസിലുള്ള വിശുദ്ധ മർക്കോസിന്റെ ബസിലിക്കയിൽ മറ്റൊരു പ്രസിദ്ധം നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ മർക്കോസ് സുവിശേഷകൻ, അങ്ങേ തിരുനാൾ കൊണ്ടാടുന്ന ഞങ്ങൾ അവിടുത്തെ അനുഭവങ്ങളാൽ ഇന്നും നയിച്ചുകൊണ്ടാണ്. ഞങ്ങളുടെ ജീവിതയാത്രയിൽ ആത്മീയവും ശാരീരികവുമായ സംരക്ഷണം അവിടുത്തെ മാധ്യസ്ഥം ഞങ്ങൾ അനുദിനം കണ്ടുമുട്ടുന്ന ദേവാലയങ്ങളും കപ്പലുകളും എല്ലാം ഓർത്ത് ആത്മീയ ബന്ധങ്ങളെ ഓർത്ത് മർക്കോസ് സുവിശേഷത്തിന്റെ തിരുനാൾ ആശംസിക്കുന്നു. സ്നേഹത്തിൻ പരിമളത്തിൽ ഒരുമിച്ചു യാത്രയായി